ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ റമദാൻ സമയത്ത് വീട്ടിൽ ഈസി ആയിട്ടും ടേസ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന 2 റെസിപ്പീസ് ഷെയർ ചെയ്യാം കേട്ടോ. ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് 2 കപ്പ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാനും മുമ്പായിട്ട് ഇത്തിരി കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു ബേസിന് നല്ലൊരു ടേസ്റ്റും ചെറിയൊരു എരിവിൻ്റെ പെപ്പറിൻ്റെ ഒരു ടേസ്റ്റും കൊണ്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് മിക്സായി കിട്ടും. ഇനി ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ലൂക്ക് വാം വാട്ടർ എന്നൊക്കെ പറയില്ലേ, നമ്മൾ കൈ കുത്തിയിട്ടുണ്ടെങ്കിൽ പൊള്ളാൻ പാടില്ല. ആ ഒരു രീതിയിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ചൂട് കൂടിപ്പോയാൽ ഈ ഈസ്റ്റിന് ആക്ഷൻ വരെയില്ല, പിന്നെ നമ്മുടെ ഡോ ഭയങ്കര ഹാർഡായി പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ അത് ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടിരിക്കണം കേട്ടോ. മാവ് ഒരുപാട് തിക്കായി പോയാലും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സ്പഞ്ചിനെസ് ഇതിൻ്റെ ബേസിന് കിട്ടാതെ വരും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഇവിടെ മൂടിയൊക്കെ ഒരു അരമണിക്കൂർ തുടങ്ങി 3/4 മണിക്കൂർ, 1 മണിക്കൂറായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ ക്യാരറ്റ്, ക്യാബേജ്, സവാള, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതായത് അതിൻ്റെ ആ ക്രഞ്ചിനെസ് പോകാൻ പാടില്ല കേട്ടോ. ക്യാരറ്റും ക്യാബേജൊക്കെ നമുക്ക് ഇങ്ങനെ ഒരുപാട് വെന്ത് പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറുതായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാല കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണൊക്കെ വെച്ച് 2 ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു പഞ്ചസാര, അത് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഈ ക്യാബേജ് ക്യാരറ്റൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഐറ്റംസ് എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് വരും. അതിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വെജിറ്റബിൾസിൽ. അതുപോലെ ഞാൻ 2 മുട്ട ഇതുപോലെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ നീളത്തിലുള്ള പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഞാനിതിലേക്ക് ഈ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇത്തിരി ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നുപോയി. അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിനൊന്നും ഒരു പ്രത്യേകിച്ച് കണക്കില്ല. നമ്മൾ എടുക്കുന്ന ആ ഒരു വെജീസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ പാനിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു പാനിൻ്റെ ചൂട് കൊണ്ട് ഈ ക്യാബേജൊക്കെ ഒരുപാട് വെന്ത് പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഈ പാൻ നന്നായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പാൻ തന്നെയാണ് ഞാൻ അടുത്തൊരു കുക്കിങ്ങിനും എടുക്കണം കേട്ടോ. വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരൽപ്പം വെളിച്ചെണ്ണ തടവി കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് തടവി കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി പാൻ നന്നായിട്ട് ചൂടായിട്ട് വരണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഈ സംഭവം നല്ല റെഡിയായിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഫ്ലെയിം കുറച്ചും വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് ഈ ബാറ്റർ ഇതുപോലെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത്രയും ബാലൻസ് ഉണ്ട് ബാറ്റർ, അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വെജിറ്റബിൾസ് ഇപ്പോൾ ചേർക്കരുത് കേട്ടോ. ഈ ഇതൊന്ന് നമ്മൾ പിസ്സ ബേസൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചിട്ടതാണ്. ഞാൻ തിരിച്ചിട്ടെന്ന് കരുതിയിട്ടാണ് വെജിറ്റബിൾസൊക്കെ ചേർക്കാൻ പറയാൻ പോയതാണ്. അപ്പോഴാണ് ഓർത്തത് ഇതിൻ്റെ ആ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നല്ല കുക്കായി എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. എന്നിട്ട് അത് തിരിച്ചിട്ടതിന് ശേഷം ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. അതുപോലെ ബോയിൽ ചെയ്ത എഗ്ഗും ഈ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും
അതായത് നമ്മൾ ഓരോ പീസ് കട്ട് ചെയ്യുമ്പോഴും എല്ലാ ഭാഗത്തും കിട്ടുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ആക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ആ യെല്ലോ പോർഷൻ ഇതുപോലെ വിട്ടു പോകുന്നാലും കുഴപ്പമില്ല, അതിലങ്ങനെ ചേർത്ത് വെച്ചാൽ മതി. കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതും എല്ലാ സൈഡിലേക്കും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇത്തിരി ഓയിൽ ഏതായാലും മതി, ആദ്യം ഏത് ഓയിലാണ് എടുത്തതെന്ന് അത് തന്നെ ഇത്തിരി ഒഴിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്തൊക്കെ ഗ്യാസ് ഓഫായിരുന്നു കേട്ടോ. തിരിച്ചിട്ടതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ഫ്ലെയിം കൊടുത്തത്. ഇനി ഇതൊരു 5-7 മിനിറ്റൊക്കെ ഒന്ന് സിമ്മിലിട്ടതിന് ശേഷം ഇതൊന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിടൽ ഇത്തിരി റിസ്ക്കാണ്, എങ്കിലും സൂക്ഷിച്ചൊക്കെ ചെയ്യാം. ചിലപ്പോൾ പാൻ്റെ പുറത്തേക്കൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്, വെജിറ്റബിൾസ് ഉള്ളിൽ നിന്നൊക്കെ പുറത്തേക്ക് ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഈ നോയമ്പ് സമയത്ത് ഓയിൽ ഫ്രൈ ഐറ്റംസൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്കും അത് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ 2 ടീസ്പൂൺ ഓയിൽ മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ, 2 സൈഡിലായിട്ട് വരുന്ന രീതിയിൽ അങ്ങനെ ചേർത്തിട്ട് ഒരു 1-2 പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ പീസാക്കി കഴിക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡിഷ് ഈ നോയമ്പ് സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത റെസിപ്പി പലരും ചെയ്യുന്നതായിരിക്കും, എങ്കിലും ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഇതുപോലെ കുറച്ച് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് പിന്നെ ആ മിക്സിയുടെ ജാറ് ഞാൻ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരിത്തിരി ഏലക്കാപ്പൊടി, അതുപോലെ തന്നെ ഒരു കോഴിമുട്ട, ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും അതുപോലെ മധുരത്തിന് ആവശ്യത്തിന് എത്രയാണോ പഞ്ചസാര വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്കും ഒരു നുള്ളി ഏലക്കാപ്പൊടി ചേർക്കുക. പിന്നെ നട്ട്സ് അല്ലെങ്കിൽ ബദാം ഏതെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അവലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഈ അവലെന്ന് പറയുന്നത് നന്നായിട്ട് വറുത്ത അവലായിരിക്കണം കേട്ടോ. കൈ വെച്ച് നമ്മളിങ്ങനെ പൊടിക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കണം. ഇനിയിപ്പോൾ കൈ വെച്ച് മിക്സ് ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇത് ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. ഇതുപോലെ കട്ടകളൊന്നും ഉണ്ടാവില്ല മിക്സിയിൽ നമ്മൾ ചെയ്തെടുത്താൽ, എങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിവിടെ മാറ്റി വെക്കുക. ഇനി പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരാം. നന്നായിട്ട് പാൻ ചൂടായതിന് ശേഷം നന്നായിട്ട് കുറച്ചും വെക്കണം കേട്ടോ. ഫ്ലെയിം കുറച്ച് വെക്കുക. അതിന് ശേഷം നെയ്യൊന്ന് തടവി കൊടുക്കണം. ഈ ഒരു പലഹാരം നമ്മൾ മൈദയിലാണ് ചെയ്യുന്നത്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ചെയ്യാം. ആദ്യത്തെ റെസിപ്പി ഞാൻ ചെയ്തത് ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് മാറിപ്പോയോ എന്നൊരു സംശയം. ആദ്യത്തെ റെസിപ്പിയിൽ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തേക്കണം. ഇനി ഇതുപോലെ തീ കുറച്ച് വെച്ചതിന് ശേഷം ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഒരുപാട് കട്ടി ഉണ്ടായാൽ ഇതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തിന്നായിട്ടുള്ള ബാറ്റർ ദോശകളായിരിക്കണം ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലെയിം കൂട്ടിയും കുറച്ചും ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടയ്ക്കൊന്ന് കൊടുക്കണം കേട്ടോ. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ മൈദയും മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് 2 സൈഡും ഒന്ന് കുക്കായി കിട്ടട്ടെ. എന്നിട്ട് ഒരുപാട് മൊരിഞ്ഞൊന്നും വരരുത്. പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാ ദോശകളും ചുട്ടെടുക്കുക. ഓരോന്നും ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കുറച്ചൊന്ന് നെയ്യ് തടവി കൊടുക്കുക. അതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ച് നിരത്താതെ ഇങ്ങനെ പാൻ ചുറ്റിച്ചെടുക്കണതായിരിക്കും നല്ലത്. അപ്പോൾ അത് രണ്ടാമത്തെ റെഡിയാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ ഫില്ലിങ് വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് എന്താണ്, പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നു ഈ കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിനെ മുട്ടക്കുഴലപ്പം എന്ന് പറയാറുണ്ട്.
പിന്നെ ബേക്കറിയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഏലഞ്ചി എന്നും പറഞ്ഞിട്ട് കിട്ടും. പിന്നെ ലവ് ലെറ്റർ, അങ്ങനെ പല രീതിയിലും പല രാജ്യങ്ങൾ പിന്നെ രാജ്യം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്ന ഒരു പലഹാരമാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഹെൽത്തി ആയിട്ടൊക്കെ ഈ നൊയമ്പിൻ്റെ സമയത്ത് ഓയിൽ ഫ്രൈ ഐറ്റംസ് കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ മധുരം കഴിക്കാത്തവർക്ക് വേണമെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം. ഇനി വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ സൈസിൽ ചെയ്തെടുക്കുമ്പോഴായിരിക്കും കാണാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നോമ്പ് തുറക്കുന്ന സമയം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന സമയം നല്ലൊരു ഹാപ്പിനെസ് ഉള്ള സമയമല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ കുട്ടികൾക്ക് ഷെയർ ചെയ്യുക. ഇതിപ്പോൾ ഒരു ദിവസം ഒരു ഐറ്റം വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത രണ്ട് ഐറ്റംസ് ഒന്നിച്ചങ്ങ് ഷെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ ഓരോ ദിവസം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്, കണ്ടോ. ഇതൊരെണ്ണം കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫില്ലിങ്ങും കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് കാണിച്ച 2 റെസിപ്പീസും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.